ഉൽപ്പത്തിയുടെ പുസ്തകം 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് നോഹയോട് അരുളി ചെയ്തു, നീയും നിന്റെ കുടുംബവും പെട്ടകത്തിൽ പ്രവേശിക്കുക. ഈ തലമുറയിൽ നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു. ഭൂമുഖത്ത് അവയുടെ വംശം നിലനിർത്താൻ വേണ്ടി ശുദ്ധിയുള്ള സർവ്വമൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 7 ജോഡിയും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 1 ജോഡിയും ആകാശത്തിലെ പറവകളിൽ നിന്ന് പൂവനും പിടയുമായി 7 ജോഡിയും കൂടെ കൊണ്ടുപോവുക. 7 ദിവസം കൂടി കഴിഞ്ഞാൽ 40 രാവും 40 പകലും ഭൂമുഖത്തെല്ലാം ഞാൻ മഴ പെയ്യിക്കും. ഞാൻ സൃഷ്ടിച്ച സകല ജീവജാലങ്ങളെയും ഭൂതലത്തിൽ നിന്നു തുടച്ചു മാറ്റും. കർത്താവ് കൽപ്പിച്ചതെല്ലാം നോഹ ചെയ്തു. നോഹയ്ക്ക് 600 വയസ്സായപ്പോഴാണ് ഭൂമുഖത്ത് വെള്ളപ്പൊക്കമുണ്ടായത്. വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി. ദൈവം കൽപ്പിച്ചതുപോലെ ശുദ്ധിയുള്ളവയും അല്ലാത്തതുമായ മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും ആണും പെണ്ണുമായി ഈ 2 വീതം നോഹയുടെ കൂടെ പെട്ടകത്തിൽ കയറി. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ വെള്ളം പൊങ്ങി തുടങ്ങി. നോഹയുടെ ജീവിതത്തിന്റെ 600-ാം വർഷം 2-ാം മാസം 17-ാം ദിവസം അഗാധങ്ങളിലെ ഉറവകൾ പൊട്ടിയൊഴുകി. ആകാശത്തിന്റെ ജാലകൾ തുറന്നു. 40 രാവും 40 പകലും മഴ പെയ്തു കൊണ്ടിരുന്നു. അന്ന് തന്നെ നോഹയും ഭാര്യയും അവന്റെ പുത്രന്മാരായ ഷേം, ഹാം, യാഫെത്ത് എന്നിവരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി. അവരോടൊത്ത് എല്ലാ ഇനം വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പക്ഷികളും പെട്ടകത്തിൽ കടന്നു. ജീവനുള്ള സകല ജഡത്തിലും നിന്ന് ഈ 2 വീതം നോഹയോട് കൂടി പെട്ടകത്തിൽ കടന്നു. സകല ജീവജാലങ്ങളും നോഹയോട് ദൈവം കൽപ്പിച്ചിരുന്നത് പോലെ ആണും പെണ്ണുമായാണ് അകത്ത് കടന്നത്. കർത്താവ് നോഹയെ പെട്ടകത്തിൽ അടച്ചു. വെള്ളപ്പൊക്കം 40 നാൾ തുടർന്ന് ജലനിരപ്പ് ഉയർന്നു. പെട്ടകം പൊങ്ങി ഭൂമിക്ക് മുകളിലായി. ഭൂമിയിൽ ജലം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. പെട്ടകം വെള്ളത്തിന് മീതെ ഒഴുകി. ജലനിരപ്പ് വളരെ ഉയർന്നു. ആകാശത്തിന് കീഴെ തലയുയർത്തി നിന്ന സകല പർവ്വതങ്ങളും വെള്ളത്തിനടിയിലായി. പർവ്വതങ്ങൾക്ക് മുകളിൽ 15 മുഴം വരെ വെള്ളമുയർന്നു. ഭൂമുഖത്ത് ചരിക്കുന്ന സകല ജീവജാലങ്ങളും പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും ഇഴജന്തുക്കളും മനുഷ്യരും ചത്തൊടുങ്ങി. കരയിൽ വസിച്ചിരുന്ന പ്രാണനുള്ളവയെല്ലാം ചത്തു. ഭൂമുഖത്ത് നിന്ന് ജീവനുള്ളവയെല്ലാം മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പക്ഷികളെയും അവിടെ നിന്ന് തുടച്ചു മാറ്റി. നോഹയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം അവശേഷിച്ചു. വെള്ളപ്പൊക്കം 150 ദിവസം നീണ്ടുനിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല ഈശോയെ, അനാഥരും വിധവകളും ആയി കഴിയുന്ന എല്ലാവരെയും ഈശോയെ അങ്ങിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന യേശുവെ, അവർക്കെല്ലാവർക്കും ആശ്വാസമായി അവിടുത്തെ കൃപ നൽകി അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ താഴ്മ അപേക്ഷിക്കുന്നു. ആമേൻ. നല്ല ഈശോയെ, മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന അനേകായിരം ദമ്പതികളുണ്ട്. ഈശോയെ, അവർക്കൊരു കുഞ്ഞിനെ നൽകി അവരുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് അവരെ യേശുനാമത്തിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങൾ താഴ്മ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഈശോയെ, വിവാഹപ്രായത്തിൽ വിവാഹം നടക്കാതിരിക്കുന്ന അനേകായിരം മക്കളുണ്ട്. ഈശോയെ, അവർക്ക് അനുയോജ്യമായ ഒരു വധുവരന്മാരും നൽകി അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ താഴ്മ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു. അവിടുന്ന് ഭൂമിയിൽ കാറ്റ് വീശി, വെള്ളം ഇറങ്ങി, അഗാധങ്ങളിലെ ഉറവുകൾ നിലച്ചു, ആകാശത്തിന്റെ ജാലകൾ അടഞ്ഞു, മഴ നിലയ്ക്കുകയും ചെയ്തു. ജലം പിൻവാങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം വളരെ കുറഞ്ഞു. 7-ാം മാസം 17-ാം ദിവസം പെട്ടകം ആറാറ് പർവ്വതത്തിൽ ഉറച്ചു.
10 മാസത്തേക്ക് വെള്ളം കുറഞ്ഞു കൊണ്ടേയിരുന്നു. 10-ാം മാസം 1-ാം ദിവസം പർവ്വത ശിഖരങ്ങൾ കാണാറായി. 40 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിൽ താൻ ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്ന് ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു. വെള്ളം വറ്റുവോളം അതും അങ്ങുമിങ്ങും പറന്നു നടന്നു. ഭൂമിയിൽ നിന്ന് വെള്ളം ഇറങ്ങിയോ എന്നറിയാൻ അവൻ ഒരു പ്രാവിനെയും വിട്ടു. കാലുകുത്താൻ ഇടം കാണാതെ പ്രാവ് പെട്ടകത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഭൂമുഖത്തെല്ലാം അപ്പോഴും വെള്ളമുണ്ടായിരുന്നു. അവൻ കൈനീട്ടി പ്രാവിനെ പിടിച്ചു പെട്ടകത്തിലാക്കി. 7 ദിവസം കൂടി കാത്തിട്ട് വീണ്ടും അവൻ പ്രാവിനെ പെട്ടകത്തിന് പുറത്തു വിട്ടു. വൈകുന്നേരമായപ്പോൾ പ്രാവ് തിരിച്ചു വന്നു. കൊത്തിയെടുത്ത ഒരു ഒലിവില അതിൻ്റെ ചുണ്ടിലുണ്ടായിരുന്നു. വെള്ളം ഇറങ്ങിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി. 7 നാൾ കൂടി കഴിഞ്ഞ് അവൻ വീണ്ടും പ്രാവിനെ പുറത്തുവിട്ടു. അത് പിന്നെ തിരിച്ചു വന്നില്ല. നോഹയുടെ ജീവിതത്തിൻ്റെ 601-ാം വർഷം 1-ാം മാസം 1-ാം ദിവസം ഭൂമുഖത്തെ വെള്ളം വറ്റിത്തീർന്നു. നോഹ പെട്ടകത്തിൻ്റെ മേൽക്കൂര പൊക്കി നോക്കി. ഭൂതലമെല്ലാം ഉണങ്ങിയിരുന്നു. 2-ാം മാസം 27-ാം ദിവസം ഭൂമി തീർത്തും ഉണങ്ങി. ദൈവം നോഹയോട് പറഞ്ഞു, ഭാര്യ, പുത്രന്മാർ, അവരുടെ ഭാര്യമാർ എന്നിവരോട് കൂടി പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുക. പെട്ടകത്തിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും എല്ലാം പുറത്തു കൊണ്ടുവരിക. സമൃദ്ധമായി പെരുകി അവ ഭൂമിയിൽ നിറയട്ടെ. ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരുമൊത്ത് നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു. മൃഗങ്ങളും ഇഴജന്തുക്കളും പക്ഷികളും ഭൂമുഖത്ത് ചലിക്കുന്നവയൊക്കെയും ഇനം തിരിഞ്ഞ് പുറത്തേക്ക് പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോഹ ബലിയർപ്പിക്കുന്നു. നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിലും നിന്ന് അവൻ അവിടത്തേക്ക് ഒരു ദഹന ബലി അർപ്പിച്ചു. ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി, മനുഷ്യൻ കാരണം ഭൂമിയെ ഇനിയൊരിക്കലും ഞാൻ ശപിക്കുകയില്ല. എന്തെന്നാൽ തുടക്കം മുതലേ അവൻ്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്തതുപോലെ ജീവജാലങ്ങളെയെല്ലാം ഇനിയൊരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല. ഭൂമിയോടുള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും നിലയ്ക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റെല്ലാ ജടിക പാപങ്ങൾക്കും അടിമയായിരിക്കുന്ന എല്ലാവരെയും ഈശോയെ അങ്ങിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന യേശുവെ, അവർക്കെല്ലാവർക്കും അതിൽ നിന്ന് വിടുതൽ ലഭിക്കണമെന്നും അതുവഴി യേശുനാമത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ അനുഗ്രഹം അവർക്ക് ഒരുക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ താഴ്മ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ എല്ലാ വിദ്യാർത്ഥികളെയും ഈശോയെ അങ്ങിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന യേശുവെ, അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും വിവേകവും ജ്ഞാനവും നൽകി അവർക്ക് പഠിക്കാനുള്ള കഴിവുകളും നൽകി അവരനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ താഴ്മ അപേക്ഷിക്കുന്നു. അതുവഴി യേശുനാമത്തിൽ ആശ്രയിച്ച് നല്ല മക്കളായി വളരുവാനുള്ള അനുഗ്രഹം അവർക്ക് ഒരുക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ താഴ്മ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോഹയുടെ ഉടമ്പടി. നോഹയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, സന്താന പുഷ്ടിയായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. സകല ജീവികൾക്കും, ഭൂമിയിലെ മൃഗങ്ങൾക്കും, ആകാശത്തിലെ പക്ഷികൾക്കും, മണ്ണിലെ ഇഴജന്തുക്കൾക്കും, വെള്ളത്തിലെ മത്സ്യങ്ങൾക്കും നിങ്ങളെ ഭയമായിരിക്കും. അവയെല്ലാം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ചരിക്കുന്ന ജീവികളെല്ലാം നിങ്ങൾക്ക് ആഹാരമായി തീരും. ഹരിത സസ്യങ്ങൾ നൽകിയതുപോലെ ഇവയും നിങ്ങൾക്ക് ഞാൻ തരുന്നു. എന്നാൽ ജീവനോട് കൂടിയ, അതായത് രക്തത്തോടു കൂടിയ മാംസം ഭക്ഷിക്കരുത്. ജീവരക്തത്തിനും മനുഷ്യനോടും മൃഗത്തോടും ഞാൻ കണക്ക് ചോദിക്കും. ഓരോരുത്തരോടും സഹോദരൻ്റെ ജീവനും ഞാൻ കണക്ക് ചോദിക്കും. മനുഷ്യരക്തം ചൊരിയുന്നവൻ്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും. കാരണം എൻ്റെ ഛായയിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോഹയോടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരുളി ചെയ്തു, നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു. അതോടൊപ്പം നിന്റെ കൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന ജീവനുള്ള സകലത്തിനോടും, പക്ഷികൾ, കന്നുകാലികൾ, കാട്ടുജന്തുക്കൾ എന്നിവയോടും
മായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു. ഇനിയൊരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെയും നശിപ്പിക്കാൻ ഇടവരുകയില്ല. ഭൂമിയെ നശിപ്പിക്കാൻ ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയില്ല. ദൈവം തുടർന്നരുളി ചെയ്തു, എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ്. ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എൻ്റെ വില്ല് ഞാൻ സ്ഥാപിക്കുന്നു. ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടും. നിങ്ങളും സർവ്വജീവജാലങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഓർക്കും. സർവ്വജീവനെയും നശിപ്പിക്കാൻ പോരുന്ന ഒരു ജലപ്രളയം ഇനിയൊരിക്കലും ഉണ്ടാവുകയില്ല. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള സകല ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. ദൈവം നോഹയുമായി അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള സകല ജീവികളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലീശോയെ എല്ലാ മേലുദ്യോഗസ്ഥന്മാരെയും ഭരണാധികാരികളെയും ന്യായാധിപന്മാരെയും ഈശോയെ അങ്ങിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അതിരുകാക്കുന്ന എല്ലാ പട്ടാളക്കാരെയും സമർപ്പിക്കുന്നു. ഈശോ അവർക്കെല്ലാവർക്കും അവർ ചെയ്യുന്ന പ്രവൃത്തികളും കർമ്മങ്ങളും നല്ല രീതിയിൽ ചെയ്യാനുള്ള അനുഗ്രഹം ഉണ്ടാകുവാനും അതുവഴി അവർക്ക് അവരുടെ കുടുംബങ്ങളെയും സമർപ്പിക്കുക. അവരുടെ കുടുംബങ്ങളെ സമാധാനം നൽകുവാനും അനുഗ്രഹിക്കണമെന്ന് അങ്ങനെ താഴ്മ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്ലീശോയെ സഭയെ സഭാപിതാക്കന്മാരെയും മാർപ്പാപ്പയും മെത്രാനിച്ചരെയും എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും എല്ലാ ആത്മാരെയും എല്ലാ ധ്യാന ഗുരുക്കന്മാരെയും ധ്യാന കേന്ദ്രങ്ങളെയും ഈശോയെ അങ്ങിലേക്ക് സമർപ്പിക്കുന്നു. അവർക്കെല്ലാവർക്കും അവർ ചെയ്യുന്ന കർമ്മങ്ങളും എല്ലാ പ്രലോഭനങ്ങളും തെറ്റുകളും കൂടാതെ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ചെയ്യാനുള്ള അനുഗ്രഹങ്ങളുടെ മേധങ്ങൾ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോഹയുടെ പുത്രന്മാർ. പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹയുടെ പുത്രന്മാർ ഷേം, ഹാം, യാഫെത്ത് എന്നിവരായിരുന്നു. ഹാമായിരുന്നു ഖാനാന്റെ പിതാവ്. ഇവരാകുന്ന നോഹയുടെ 3 പുത്രന്മാർ. ഇവർ വഴിയാണ് ഭൂമി ജനങ്ങളെ കൊണ്ട് നിറഞ്ഞത്. നോഹ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. അവനൊരു മുന്തിരിത്തോട്ടം വച്ച് പിടിപ്പിച്ചു. വീഞ്ഞു കുടിച്ചു മത്തനായി നോഹ കൂടാരത്തിൽ നഗ്നായി കിടന്നു. ഖാനാന്റെ പിതാവായ ഹാം തൻ്റെ പിതാവിനെ നഗ്നനായി കാണുകയും അക്കാര്യം പുറത്തുണ്ടായിരുന്ന തൻ്റെ 2 സഹോദരന്മാരോടും പറയുകയും ഷേമും യാഫെത്തും ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് പുറകോട്ട് നടന്ന് ചെന്ന് പിതാവിൻ്റെ നഗ്നത മറച്ച് അവർ മുഖം തിരിച്ച് പിടിച്ചിരുന്നത് കൊണ്ട് പിതാവിൻ്റെ നഗ്നത കണ്ടില്ല. ലഹരി വിട്ടിരുന്ന നോഹ തൻ്റെ ഇളയ മകൻ ചെയ്തതെന്താണെന്നറിഞ്ഞു. അവൻ പറഞ്ഞു, ഖാനാൻ ശപിക്കപ്പെടട്ടെ. അവൻ തൻ്റെ സഹോദരർക്ക് ഹീനമായ ദാസ്യവല ചെയ്യുന്നവനായിത്തീരും. അവൻ തുടർന്നു പറഞ്ഞു, ഷേമിൻ്റെ കർത്താവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഖാനാൻ ഷേമിൻ്റെ ദാസനായിരിക്കട്ടെ. യാഫെത്തിൻ്റെ ദൈവം പുഷ്ടിപ്പെടുത്തട്ടെ. ഷേമിൻ്റെ കൂടാരങ്ങളിൽ അവൻ പാർക്കും. ഖാനാൻ അവന് അടിമയായിരിക്കും. വെള്ളപ്പൊക്കത്തിന് ശേഷം നോഹ 350 വർഷം ജീവിച്ചു. നോഹയുടെ ജീവിതകാലം 950 കൊല്ലമായിരുന്നു. അവനും മരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഈശോയെ, കടബാധിതകളാൽ കഷ്ടപ്പെടുന്ന എല്ലാ കുടുംബങ്ങളെയും ഈശോയെ അങ്ങിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈശോയെ, അവർക്കെല്ലാവർക്കും ജപ്തിയുടെ വക്കീലും കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ഈശോയെ. എല്ലാവരെയും ഈശോയെ അങ്ങിലേക്ക് സമർപ്പിക്കുന്ന അവർക്ക് കടങ്ങൾ വീട്ടുവാനും ഉള്ള മാർഗം ഒരുക്കി കൊടുക്കണമെന്നും അതുവഴി യേശുനാമത്തിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമെന്നും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ഈശോയെ അങ്ങിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന അവർക്ക് നല്ലൊരു ജീവിതാന്തരീക്ഷം ഒരുക്കി കൊടുക്കണം. അവരുടെ സാലറി നല്ല ജോലി ലഭിക്കുന്നത്, നന്നായി വർക്ക് ചെയ്യുന്നതിനും അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് താഴ്മ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോഹയുടെ പുത്രന്മാരായ ഷേമിനും ഹാമിനും
യാഫത്തിനും ജലപ്രളയാനന്തരമുണ്ടായ പുത്രന്മാരുടെ പേര് വിവരം. നാഫത്തിന്റെ പുത്രന്മാർ ഗോമാർ, മാഗോഗ്, മദായ്, യവാൻ, തുബാൽ, മാഷേക്, തിരാസ്. ഗോമാറിന്റെ പുത്രന്മാർ അഷ്കെനാസ്, റിഫത്ത്, തോഗർമ. യവാന്റെ പുത്രന്മാർ എലീഷ, താർഷീഷ്, കിത്തീം, ദോദനീം. ഇവരുടെ സന്തതികളാണ്. കടലോരത്തും ദ്വീപുകളിലുമുള്ള ജനങ്ങൾ അവർ തങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകളിൽ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തു വരുന്നു. ഹാമിന്റെ പുത്രന്മാർ കുഷ്, മിസ്രൈം, ഫുത്ത്, ഖാനൻ എന്നിവർ. കുഷിന്റെ പുത്രന്മാർ സേബ, ഹവീല, സബ്ദ, റാമ. സബ്തേക റമായുടെ മക്കളാണ്. ഷെബായും ദദാനും. കുഷിന് നിമ്രോദ് എന്നൊരു പുത്രൻ ജനിച്ചു. അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ. അവൻ കർത്താവിൻ്റെ മുമ്പിൽ നായാട്ട് വീരനായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നിമ്രോദിനെ പോലെ ഒരു നായാട്ട് വീരൻ എന്ന ചൊല്ലുണ്ടായിരുന്നു. ആരംഭത്തിൽ അവൻ്റെ രാജ്യം ഷീനോർ ദേശത്തെ ബാബേലും എറാഖും അക്കാദും അടങ്ങിയതായിരുന്നു. അവിടെ നിന്ന് അവൻ അഷൂറിലേക്ക് കടന്ന് നിനവെ, റഹോബോത്ത് പട്ടണം, കാല എന്നിവ പണിതു. നിനവേക്കും കാലയ്ക്കും മധ്യ റേസൻ എന്ന വലിയ നഗരവും അവൻ നിർമ്മിച്ചു. മിസ്രയീമിന്റെ മക്കളാണ് ലൂദ്യം, അനാമിം, ലഹാബിം, നഫ്തൂഹിം, പുത്രീസിം, കസ്ലൂഹിം, ഹഫ്തോറിം എന്നിവർ. കസ്ലൂഹിമിൽ നിന്നാണ് ഫിലിസ്തീനരുടെ ഉത്ഭവം. ഖാനാനു കടിഞ്ഞൂൽ പുത്രനായി സീദോനും തുടർന്ന് ഹേത്തും ജനിച്ചു. ജബൂസ്യർ, അമേര്യർ, ഗിർഗോഷ്യർ, ഹിബ്യർ, അർക്കിയർ, സീനിയർ, അർവാദിയർ, സെമറിയർ, ഹമാത്യർ എന്നീ വംശങ്ങളുടെ പൂർവികനായിരുന്നു. ഖാനാൻ പിൻകാലത്ത് ഖാനാൻ കുടുംബങ്ങളുടെ പലയിടത്ത് വ്യാപിച്ചു. ഖാനാൻ വംശജരുടെ നാട് സീദാനിൽ തുടങ്ങി ഗരാറിന് നേർക്ക് ഗാസ വരെയും സീദോമിനും ഗോമാറയ്ക്കും അദ്മായ്ക്കും സൊബായിമിനും നേർക്ക് ലാഷ വരെയും നീണ്ടുകിടന്നു. ഇതാണ് ഭാഷയും ദേശവും കുലവും അനുസരിച്ച് ഹാമിന്റെ സന്തതി പരമ്പര. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യാഫത്തിന്റെ മൂത്ത സഹോദരനായ ഷേമിന് മക്കളുണ്ടായി. അവൻ ഏബറിന്റെ മക്കൾക്ക് പൂർവ്വപിതാവാണ്. ഷേമിന്റെ പുത്രന്മാർ ഏലം, അഷൂർ, അർഷാദ്, ലൂദ്, ആരാം എന്നിവരും. ആരാമിന്റെ പുത്രന്മാർ ഊസ്, ഹൂൽ, ഗേദർ, ഗാഷ്, മാഷ് എന്നിവരായിരുന്നു. അർഷാദിന് ഷേലാഹും ഷേലാഹിന് ഏബറും ജനിച്ചു. ഏബറിന് 2 പുത്രന്മാരുണ്ടായി. ഒരുവന്റെ പേര് പേലെഗ്, കാരണം അവന്റെ കാലത്താണ് അവർ ഭൂമി വീതിച്ചത്. അവന്റെ സഹോദരന്റെ പേര് യോക്താൻ. യോക്താന്റെ പുത്രന്മാരായിരുന്നു അൽമോദാദ്, ഷേലഫ്, എസർമഹത്ത്, ഹസർമവത്ത്, യാറെഹ്, ഹദ്രോം, ഉസൽ, ദിഗ്ല, ഓബാൽ, അബിമായേൽ, ഷെബ, ഓഫീർ, ഹവീല, യോബാബ് എന്നിവർ. അവർ പാർത്തിരുന്ന നാട് ഷഫാറിലെ മേശ മുതൽ കിഴക്കുള്ള മലമ്പ്രദേശം വരെ നീണ്ടുകിടന്നു. ഇതാണ് ദേശവും ഭാഷയും കുലവും അനുസരിച്ച് ഷേമിന്റെ സന്തതി പരമ്പര. ദേശവും തലമുറയും അനുസരിച്ച് നോഹയുടെ മക്കളുടെ കുടുംബ ചരിത്രമാണ് ഇത്. ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിന് ശേഷം ജനതകൾ ഭൂമിയാകെ വ്യാപിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്ന സർവശക്തനായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നവനുമായിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നവനുമായിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.